ഈ നേരത്ത്? തുറന്നു നോക്ക്, അല്ലാണ്ട് എനിക്ക് തന്നെ അറിയാം. സിദ്ധു, അമ്മ റെഡിയായിട്ടോ, നമുക്ക് പോവാം. അതാരാ സിദ്ധു? ഒന്ന് പോയി നോക്ക്. അമ്മ? അപ്പ എന്താ ഈ നേരത്ത്? അമ്മ, ഇതെന്താ പെട്ടെന്ന്? പെട്ടെന്നോ? എനിക്ക് എന്റെ മോളെ കാണാൻ തോന്നി പോന്നു. ഇങ്ങേരോട് ഞാൻ കുറെ പറഞ്ഞു നോക്കിയതാ, നാളെ രാവിലെ വരാന്ന്. കേൾക്കണ്ടേ? ഞങ്ങളോടൊന്ന് പറഞ്ഞാ മതിയായിരുന്നല്ലോ, ഞങ്ങൾ അങ്ങോട്ട് വന്നേനെ. അപ്പൻ എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? എങ്കിൽ ക്ലാസ് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരായിരുന്നു. പെട്ടെന്നെന്തോ നിന്നെ കാണാൻ തോന്നി, അതാ. അല്ല, നിങ്ങൾ ഒരുങ്ങി എങ്ങോട്ടെങ്കിലും ഇറങ്ങുമായിരുന്നോ? ആ, അത് സാരില്ല, നിങ്ങളിരിക്കെ. അയ്യോ ഇല്ലെന്ന്, ഓട്ടോ കൂടി പറഞ്ഞു വിട്ടിട്ടില്ല. ഞങ്ങൾ ഇറങ്ങുവാ. ഇച്ചായന്റെ റെസ്റ്റൊക്കെ കഴിഞ്ഞൊരു ദിവസം ഇങ്ങോട്ട് ഇറങ്ങാം. അതൊന്നും പറഞ്ഞാ പറ്റില്ല. നിങ്ങൾ എന്തായാലും ഇവിടെ വരെ വന്നല്ലോ, ഇനി അത്താഴമൊക്കെ കഴിഞ്ഞു പോവാം. അതെ, ഓട്ടോ ഒക്കെ പറഞ്ഞു വിട്ടോളൂ. നിങ്ങളെ സിദ്ധു ഡ്രോപ്പ് ചെയ്തോളൂ. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ഏയ്, അതൊന്നും വേണ്ട, യാത്ര മുടക്കണ്ട. ഞങ്ങൾ പിന്നീട് ഒരിക്കൽ വരാം. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ എങ്ങും പോകുന്നില്ല. അമ്മ, ആരാ വിളിച്ചേ? അങ്കിളാ. എന്താ പറഞ്ഞേ? അത് അമ്മയുടെ സർജറി ചെയ്യാനുള്ള ഡോക്ടർ നാളെ ട്രിവാൻഡ്രം വരുന്നുണ്ടത്രേ. ആ ഹോസ്പിറ്റൽ സ്റ്റാഫ് കുറച്ചു മുമ്പാണ് ഏട്ടനെ വിളിച്ചറിയിച്ചത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് ആ ഹോസ്പിറ്റലിൽ എത്തണം. നാളെ ഇങ്ങോട്ട് ഇറങ്ങാനിരിക്കുവായിരുന്നു അത്ര. ഇനിയിപ്പോ പോവാനുള്ള ഒരുക്കത്തിലാണ്. അവിടെ എത്തി സർജറിക്ക് ഡേറ്റ് കിട്ടുവാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞേ വരുള്ളൂ എന്ന്. ഏകദേശം 1-2 ആഴ്ച പിടിക്കും എന്നാ പറഞ്ഞത്. പോകുന്ന കാര്യം ഭംഗിയായി നടക്കട്ടെ. എന്തായാലും ഇന്നത്തെ ഞങ്ങളുടെ യാത്ര മുടങ്ങി. അപ്പൊ പിന്നെ ശരി, ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ആവട്ടെ. അമ്മ വാടാ. മോനെ, അമ്മ ഈ ബന്ധനത്തിൽ നിന്നൊന്ന് അയച്ചു വിടടാ. ഏത് നേരം ഈ മുറിക്കകത്തിരുന്ന് മടുത്തു എനിക്ക്. ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുക്കണ്ടേ? എന്നാലും എനിക്കെന്തോ വല്ലാത്ത ഏകാന്തത തോന്നുക ഈ മുറിക്കകത്ത്. അമ്മ സോറി, ഞാൻ കുറച്ചു മുമ്പാണ് എത്തിയത്. പിന്നെ നിന്റെ കാര്യം മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതൊന്നുമല്ല. അച്ഛനും ഇന്ന് ഈ വഴിക്ക് വന്നിട്ടില്ല. അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ, എന്നിട്ടും? ഇല്ല, അങ്ങേർക്കും അങ്ങേറ്റേതായ തിരക്കുകൾ കാണും. താര? മോളെ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടിയില്ല. അവളിവിടെ ഉള്ളതുകൊണ്ടാ ഞാനിവിടെ ഭ്രാന്തിയാവാതെ ഇരിക്കുന്നത് തന്നെ. മോനെ, നിനക്ക് ഞങ്ങളോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ? അമ്മ മതി, ഈ വിഷയത്തിൽ എനിക്കൊന്നും സംസാരിക്കാനില്ല. എനിക്കറിയാം, നീ ആഗ്രഹിച്ച പോലെ ഒന്നുമല്ല ഞങ്ങൾ നിന്റെ ജീവിതം കൊണ്ട് എത്തിച്ചത്. പക്ഷെ താര നല്ല കുട്ടിയാ മോനെ. പിന്നെ ഞാൻ ഇപ്പോഴാ ഓർത്തെ, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഓ ആയിക്കോട്ടെ, ഞാൻ എന്തേലും പറയുമ്പോ നിനക്ക് പഠിത്തം കൊട്ടേക്കൂരിയല്ലേ മാർക്ക് കൊണ്ടുവരുന്നത്. അമ്മ എന്താ? മഹി, അമ്മ പറയുന്നൊന്ന് കേൾക്കടാ. അതൊരു പാവം കുട്ടിയല്ലേടാ. അവൾക്ക് നീയും ഞാനും അച്ഛനൊന്നും അല്ലാതെ ആരുമില്ല. ഓ, അവൾക്ക് എന്തിനും കൂടെ ചിത്തേട്ടനുണ്ടല്ലോ. എന്താ നീ എന്താ പിറുപിറുക്കുന്നേ? അല്ല അമ്മ, ഇപ്പൊ ഇതൊക്കെ പറയുന്നത് എന്തിനാ? അവൾക്ക് എന്തൊക്കെയോ വിഷമമുണ്ട്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒന്നാമത് അവളുടെ ഡാഡി പോയതുകൊണ്ടാവും, അല്ലാതെ എന്തൊക്കെയോ ഉണ്ട്. ഏതു നേരവും എന്നെ റൂമിലിട്ട പോലെ എന്നെ നോക്കാൻ അതിനെ ഈ വീട്ടിൽ പൂട്ടിയിട്ട പോലെയാ തോന്നുന്നത്. അതിനും കാണില്ല നിന്നോടൊപ്പം പുറത്തു പോണമെന്ന് ആഗ്രഹം. എപ്പോഴും ഇല്ലെങ്കിലും ഇടയ്ക്ക് അച്ഛൻ ഇവിടെ ഉള്ളപ്പോ നിനക്ക് അവളെ കൊണ്ട് പുറത്തൊക്കെ പോയിക്കൂടെ? ആ, ഞാൻ കൊണ്ടുപോകാമേ. അമ്മ റെസ്റ്റ് എടുത്തോ. അമ്മ പറഞ്ഞതും ശരിയാ. എന്റെ ഗതികേടുകൊണ്ട് എനിക്ക് അവളെ വിവാഹം ചെയ്യേണ്ടി വന്നു. പക്ഷെ അവൾക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. എന്നോടുള്ള ഇഷ്ടം കൊണ്ട് എന്റെ താലിക്ക് തല കുനിച്ചവളാണ് അവൾ. അവളെ ഇനി സങ്കടപ്പെടുത്തിക്കൂടാ. പക്ഷെ അന്നയെ ഞാൻ സ്നേഹിച്ച പോലെ അവളെ സ്നേഹിക്കാൻ കഴിയുമോ എനിക്ക് അറിഞ്ഞൂടാ. താര, താര, അവളിതെവിടെ പോയി? മഹി, അവൾ മേലെയുണ്ട്. ആ, ഇല്ലെന്നേ, എനിക്ക് പേടിയായിട്ട് വയ്യ.
ചിത്രേട്ടനായിരിക്കും. ഏതു നേരവും അങ്ങേർക്ക് ഇവളെ വിളിച്ചിരിക്കാനേ നേരമുള്ളൂ. പറ്റുവാണെങ്കിൽ നേരിട്ട് തന്നെ വരും. വരാൻ പറ്റാത്തോണ്ടാ ഇങ്ങനെ വിളിച്ചിരിക്കുന്നത്. ഇതിലും ഭേദം അങ്ങേർക്ക് തന്നെ ഇവളെ അങ്ങ് കെട്ടാമായിരുന്നു. നീ ചുമ്മാ ഇങ്ങനെ വെറിയിടാവണ്ട, ഞാൻ അന്വേഷിക്കാം. ദേവങ്കളിനോട് ചോദിച്ചാൽ അറിയാതിരിക്കില്ല. സോ യു ഡോണ്ട് വെറി, ഓക്കെ? ശരി, നീ വെച്ചോ. അയ്യോ വെക്കണ്ട, എനിക്ക് ഏട്ടനോട് സംസാരിച്ചിരിക്കുമ്പോ എന്തോ ഒരു സമാധാനം. എടോ, ഞാൻ ഫ്രീ ആയിട്ട് അങ്ങോട്ട് വരാം. അല്ല, മഹിയുടെ ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോ അടുത്തുണ്ടോ? ഇല്ല. ഷേ, അവനവിടെ ഉള്ളപ്പോ എനിക്ക് വിളിച്ചുകൊണ്ടിരിക്കാതെ അവനോട് പോയി വല്ലതും സംസാരിക്ക്. നിങ്ങൾക്കിടയിലുള്ള അകലം കുറക്കാൻ നോക്ക്. എന്തോ ബോധമില്ലാതെ ആണെങ്കിലും എന്നോട് അങ്ങനെയൊക്കെ തുറന്നു പറഞ്ഞപ്പോ എന്റെ ഉള്ളിലെ കുറ്റബോധവും താൻ അറിയാതെ സംഭവിച്ച കാര്യങ്ങൾക്കുള്ള പഴിചാരലും എല്ലാം കൂടി കേട്ടപ്പോ എനിക്ക് എന്തോ പോലെ. ഏയ്, അതൊന്നും മനസ്സിലിട്ട് നടക്കണ്ട. നീ തന്നെ അവന് മാപ്പ് കൊടുത്തതല്ലേ? അതൊക്കെ അവന് ബോധമില്ലാതെ പറഞ്ഞതല്ലേ? അതെല്ലാം ശരിയാ, പക്ഷെ ഒരു പക്ഷേയില്ല. താൻ ഫോൺ അവിടെ വെച്ച് അവന്റെ അടുത്തേക്ക് ചെല്ല്. സിദ്ധു, നീ ഇതെവിടെയാ? എത്ര നേരം കൊണ്ട് ഞാൻ വിളിക്കുക. എന്താടാ കാര്യം പറ. പ്രത്യേകിച്ചൊന്നുമില്ല, എന്റെ ഒരു സമാധാനത്തിന് വിളിച്ചതാ. അത് ശരി, പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. എങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം. വെക്കല്ലേ. എന്താ നിനക്ക് സംസാരിക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? എടാ, അപ്പനും അമ്മയൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. എന്താ, അപ്പനോ? അതേടാ, അന്നയുടെ. ആ നടക്കട്ടെ, ഞാൻ വെറുതെ വിളിച്ചതാ. നീ ഫ്രീ ആവുമ്പോ വിളി. ആ ശരി. മഹിയേട്ടാ, ഫുഡ് എടുത്ത് വെക്കട്ടെ? ഞാൻ ചോദിച്ചില്ലല്ലോ. ഇനി വേണേ തന്നെ ഞാൻ വന്നെടുത്ത് കഴിച്ചോളാം. എന്റെ കൈക്കും കാലിനും ഒരു കുഴപ്പമില്ല. ആ, ഞാൻ പ്രതീക്ഷിച്ചതാ. നല്ല കാര്യം ഉണ്ടായിരുന്നു എനിക്ക്. ജിത്തേട്ടൻ പറഞ്ഞതും കേട്ട് പോയതാ. പക്ഷെ വേണ്ടായിരുന്നു. അവരെ കൊണ്ടുവിടാൻ പോയിട്ട് സിദ്ധു ഇതെവിടെയാ? ഒരുപാട് നേരമായല്ലോ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. മോളെ, ഹാപ്പി ആയില്ലേ നീ? അതെ അച്ഛാ, ഒരുപാട് ഹാപ്പിയാണ്. മോളോട് ഒരു കാര്യം ചോദിച്ചാ സത്യം പറയോ? അച്ഛൻ ചോദിക്ക്. മോൾക്ക് എന്റെ മോനോട് ക്ഷമിക്കാൻ കഴിയില്ലേ? അവനോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ? അങ്ങനെ പെട്ടെന്ന് ക്ഷമിക്കാൻ പറ്റിയ കാര്യമൊന്നും അല്ലല്ലോ അവൻ ചെയ്തത്. എന്നാലും മോൾ അവനോട് പൊറുക്കണം. അവനും ഒരു അവസരം കൊടുക്കണം. അവന് മഹിയുടെ കൂടെയാണെന്ന്. മോള് പോയി കിടന്നോ, അവന് ഇനി ഇപ്പോഴൊന്നും വരില്ല. പോയി കിടന്നോ. ഗുഡ് നൈറ്റ് അമ്മ. ഗുഡ് നൈറ്റ്. എന്തായാലും നിന്റെ പ്രശ്നം അങ്ങ് തീർന്നല്ലോ. എനിക്കെന്ത് പ്രശ്നം? മഹിക്കും സിദ്ധുവിനും ഒരു പ്രശ്നമില്ലാന്ന് മനസ്സിലായില്ലേ? എന്തോ എനിക്ക് അപ്പൊ അങ്ങനെ തോന്നി. നിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും ശരിയല്ല. ഓ, മഹി, മതി, എഴുന്നേൽക്ക്. വീട്ടിൽ പോവാം. താര കാത്തിരിക്കുന്നുണ്ടാവും. അവള് കാത്തിരിക്കുന്നുണ്ടാവും. അവളുടെ മറ്റവന്. മഹി, മതി, അലമ്പാക്കല്ലേ. എനിക്കും പോണം. എടാ മതിയടാ, ഇപ്പൊ തന്നെ ഒരു ബോധവും ഇല്ല. കുടിക്കടാ, എന്റെ സങ്കടത്തെ നീയെങ്കിലും പങ്കുചേര്. എടാ, നീ കുടിച്ചായിരുന്നോ? ആ, 2 നീയെല്ലാം നിർബന്ധിച്ച് എന്നെ കൊണ്ട് കുടിപ്പിച്ചേ. എന്നാ ഇന്ന് നൈറ്റ് നിന്റെ കാര്യം കട്ടപ്പോക. അവൾക്ക് ഈ സ്മെൽ അലർജിയ. ശിവന് ഇപ്പോഴൊന്നും വരില്ലെന്ന് പറഞ്ഞിട്ട് നീ കാത്തിരിക്കില്ലേ? അതാ വന്ന്.
കുടിച്ചിട്ടുണ്ടോ? ഇല്ല, 2 അതാരാ നിങ്ങൾ ഇവിടെ കൊണ്ടുവിട്ടത്? സിദ്ധുവേട്ടനാണോ? അതേലോ. നിങ്ങൾ ഇന്നും കുടിച്ചിട്ടുണ്ടോ? എന്നും കുടിച്ചു, ഇന്നലെയും കുടിച്ചു, ഇന്ന് നാളെയും കുടിക്കും, എന്നും കുടിക്കും. തടയാൻ പറ്റുമോ നിനക്ക്? ഇല്ലല്ലോ. ഞാനിങ്ങനെയാ. എന്നെ സഹിച്ച് നീ ഇവിടെ നിൽക്കൊന്നും വേണ്ട. നിനക്ക് സമാധാനം കിട്ടുന്നിടത്തേക്ക് പോയിക്കോ. നിന്നെ ഇവിടെ ആരും തടയില്ല. നിങ്ങൾക്ക് നേരം വെളുത്തോ? അപ്പോഴേക്കും ഇങ്ങോട്ട് ഓടിയെത്തിക്കോളും. ആ മഹി, ഗുഡ് മോർണിംഗ്. സൂര്യൻ തലക്ക് മുകളിലെത്തി. ഇപ്പോഴാണോ എണീക്കുന്നേ? ഇന്ന് ക്ലാസ്സിനൊന്നും പോകണ്ടേ? അയ്യോ, ഞാൻ ഇന്നലത്തെ ക്ഷീണത്തിൽ. എന്താ? അതൊന്നുമില്ലമ്മേ. ഈ ആഴ്ച സബ്മിറ്റ് ചെയ്യാനുള്ള ഏതോ പ്രോജക്റ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു രാത്രി മുഴുവൻ. ഇവനോ? അതെന്താ, എന്റെ കൊച്ചിന് ഇതൊന്നും ചെയ്തൂടെ? സോറി, ഞാൻ പോയി പെട്ടെന്ന് ഫ്രഷ് ആയി വരാം. സമയം 9 മേലിൽ ഇത് ആവർത്തിക്കരുത്. ഇല്ല, ഞാൻ ലേറ്റായി നിൽക്കുന്ന പ്രവൃത്തക്കാരനല്ല. ഇന്നലെ അങ്ങനെ. താൻ എന്ത് വേണേലും ചെയ്, അതിനെപ്പറ്റിയല്ല പറഞ്ഞത്. താൻ കുടിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല, അതിന്റെ ആവശ്യം എനിക്കില്ല. കുടിച്ചോണ്ട് എന്റെ മുറിയിലോട്ട് വരരുത്. സോറി, ഇന്നലെ മഹിയുടെ കൂടെ. മൈക്ക് നന്നായിട്ട് അറിയാലോ കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന്. പെട്ടെന്ന് റെഡിയായി വാ, അല്ലെങ്കിൽ എനിക്കൊരു ക്യാബ് ബുക്ക് ചെയ്ത് തന്നേക്ക്. 10 മിനിറ്റ്, ഞാനിപ്പോ വരാം. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എല്ലാ കാര്യങ്ങളും അച്ഛൻ അറിയോ? ആ, അച്ഛനെല്ലാം അറിയാം. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പോഴെങ്കിലും പറഞ്ഞു നന്നായി. ഇനിയിപ്പോ അച്ഛന്റെ മുമ്പിൽ നല്ല മരുമകളായി അഭിനയിക്കണ്ടല്ലോ. എന്താ പ്രശ്നം? ആ, എനിക്കറിഞ്ഞൂടാ. എടാ, മഹി എത്തിയില്ലേ? ഇല്ലടാ, അവനെത്തിയിട്ടില്ല. എത്തിയല്ലോ. എന്താണ് ഇത്ര ലേറ്റ് ആയേ? എണീക്കാൻ ലേറ്റ് ആയടാ, അതാ. ക്ലാസ്സിന് ടൈമായി, വാ. മഹി, നീ ഇന്നലെ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ നിനക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെന്ന്? ഉറപ്പില്ല. ഉറപ്പില്ലാത്തതിനെ തന്നെയാ സംശയം എന്ന് പറയുന്നത്. താരക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ അങ്ങേർക്ക് അവളോട് എന്തോ ഒരു ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എടാ, അതൊരു ഏട്ടന്റെ സ്നേഹം ആയിക്കൂടെ? മേ ബി. ബട്ട് എന്തോന്ന് ബട്ട്? നിനക്കത് അറിയാമെങ്കിൽ പിന്നെ നീ കാണിക്കുന്നതൊക്കെ ഒരു പ്രശ്നമാണ്. എന്തോന്ന്? കൺഗ്രാറ്റുലേഷൻസ്, നിനക്ക് ജലസ് അടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഓ പിന്നെ, അവളോടല്ലേ എനിക്ക് ജലസ്. ഏയ്, അവളോടല്ല. അവളോട് ചിത്തുവേട്ടൻ അടുത്ത് ഇടപഴകുമ്പോ നിന്റെ ഉള്ളിലെ പൊസസീവ്നെസ് തല പൊക്കി നോക്കുമ്പോ ഉണ്ടാകുന്ന വികാരമാണ് ജലസ്. കോപ്പാണ്. എനിക്ക് ഒന്നേ തോന്നാറുള്ളൂ, ഇവർക്കിടയിൽ ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ എന്തിനും എനിക്കും എന്റെ പ്രണയത്തിനിടയിൽ അവള് വന്നു. സിധു, ഐ എം സോറി. അമലെ, നിങ്ങൾ ഇപ്പോഴേ എല്ലാം പ്ലാൻ ചെയ്തു വെച്ച കല്യാണം കഴിഞ്ഞിട്ട് എന്ത് സംസാരിക്കും? മതി, ഇന്ന് എന്നിട്ട് പോര്. ഇതാടാ, ഇപ്പൊ വരാം. സിധു, നീ അത് വിട്ടില്ലേ? ഞാൻ പെട്ടെന്ന് എന്തോ ഓർമ്മയില്. അത് സാരില്ല. പക്ഷെ നീ പറയുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങള്. നിനക്ക് അവളോട് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട്.
നീ അത് മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രം. ഞാൻ ആഗ്രഹിച്ച തരത്തിലൊരു പെണ്ണല്ല അവള്. പക്ഷെ എനിക്കറിയാം അവൾ നല്ല കുട്ടിയാ. പിന്നെ മെച്യൂരിറ്റി ഇല്ലെങ്കിലും ബോൾഡാണ്. എല്ലാ സിറ്റുവേഷനും ഈസിയായി ഹാൻഡിൽ ചെയ്യും. എന്റെ അമ്മയെ പോലും നന്നായിട്ട് നോക്കുന്നുണ്ട്. വേറെ എന്താ വേണ്ട നിനക്ക്? കുറച്ച് കുട്ടിക്കളി ഉണ്ടെന്നുള്ളത് ശരിയാ, പക്ഷെ അവളത്ര പൊട്ടി പെണ്ണൊന്നുമല്ല. നിന്റെ വീട്ടിൽ എല്ലാവർക്കും അവളെ ഒത്തിരി ഇഷ്ടാ. അതെ, ജിത്തുവേട്ടനും ഒത്തിരി ഇഷ്ടാ. ദേ കണ്ടില്ലേ പൊസസീവ്നെസ്. നീ ഒന്ന് പോയി ജിത്തു. അതൊന്നുമല്ല, എന്റെ പ്രണയത്തിന് കുറുകെയാണ് അവള് വന്നത്. അതുപോലെ ജിത്തുവേട്ടന്റെ പ്രണയത്തിനിടയിലാണോ ഞാൻ എത്തിയതെന്ന് എനിക്കൊരു തോന്നൽ. എന്തൊക്കെയാണ് നീ പറയുന്നേ? ചിലപ്പോഴൊക്കെ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊന്നും കാണില്ല. അങ്ങനെയാണെങ്കിൽ താര നിന്നെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുവോ? അതിന് താര ഇതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിലോ? എടാ, നീ അവർക്കിടയിലുള്ള ബോണ്ട് കണ്ടിട്ട് ചുമ്മാ തെറ്റിദ്ധരിക്കുന്നതാണ്. നോ വേ. താരക്ക് നീയും അച്ഛനും അമ്മയും ജിത്തുവേട്ടനും മാത്രമല്ലേ സ്വന്തമായിട്ടുള്ളൂ. അതുപോലെ തന്നെയാ ജിത്തുവേട്ടനും. അതൊക്കെ ശരിയാ, പക്ഷെ അവളെ ഞാൻ ഡിസേർവ് ചെയ്യുന്നില്ല. എനിക്ക് അവളെ നല്ല രീതിയിൽ സ്നേഹിക്കാനും കഴിയില്ല. അവർ തമ്മിലായിരുന്നു ഒരുമിക്കേണ്ടത്. ജിത്തുവേട്ടന് വല്ലാത്തൊരു ഇഷ്ടമുണ്ട് അവളോട്. എനിക്കൊരിക്കലും അതുപോലെ അവളെ സ്നേഹിക്കാൻ കഴിയില്ല സിദ്ധു. എന്താടാ ഞങ്ങൾ അറിയാത്തൊരു ചർച്ച? ചർച്ചയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നിഗമനത്തിലെത്തി. ഇനി വിഷയം അറിഞ്ഞിട്ട് എന്താ കാര്യം? എന്താ അവനെ? എന്തൊക്കെ നിങ്ങൾക്ക്? വാ നമുക്ക് പോവാം. ഹലോ മാഡം. എന്താണ് മാഡം, നമ്മളൊക്കെ ഒന്ന് മറന്നോ? മിസ് അന്ന സിദ്ധാർത്ഥ്. ഞാൻ ഇത്തിരി ബിസിയാണ്, ലൂസ് ടോക്കിനുള്ള സമയമില്ല. പക്ഷെ എനിക്ക് സംസാരിക്കണം, ഒരുപാട് സംസാരിക്കണം. എനിക്ക് തന്നോട് സംസാരിക്കാനില്ലെന്ന് മാത്രമല്ല, തന്റെ മുഖം പോലും കാണാൻ താല്പര്യമില്ല. പക്ഷെ എനിക്കുണ്ട്. മുഖം മാത്രമല്ല, മറ്റു പലതും. എന്നുവെച്ചാ മൊത്തത്തിൽ കാണാൻ ആഗ്രഹമുണ്ട്. യു ബ്ലഡി നിർത്തടി. അവൻ നിന്റെ കഴുത്തിലൊരു കയറ് കെട്ടിയെന്നും കരുതി വലിയ ആളാണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? നല്ല ആളൊരുത്തന്റെ താലി എന്റെ കഴുത്തിലുള്ളതിൽ ഒരു അന്തസ്സും ധൈര്യം എനിക്കുണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. ശപ്പാഷ്, കൊള്ളാലോ നീ. എന്താ ഒരു ശൗര്യം. മുമ്പ് ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. പൂച്ചക്കുഞ്ഞിനെ പോലെ എന്റെ മുമ്പിൽ നിന്നവളാ. ഇപ്പോ എനിക്കതിന്റെ ആവശ്യമില്ല. എനിക്കറിയാടി നിങ്ങൾക്കിടയിലെ ബന്ധമൊക്കെ. നീ മറ്റുള്ളവർക്ക് മുമ്പിൽ പോയി അഭിനയിച്ചോ, എന്റെ മുമ്പിൽ വേണ്ട. നിനക്കിപ്പോ എന്താ വേണ്ടേ? നിന്നെ തന്നെ. ഡോ അതേടി, നിന്നെ തന്നെ. മൈൻഡ് യുവർ വേർഡ്സ്. ഞാൻ ഓരോ വാക്കും നന്നായി ശ്രദ്ധിച്ചാണ് ഉപയോഗിക്കുന്നത്. ഈ കുറിച്ച് വെച്ചോ, നിന്നെ ഞാൻ സ്വന്തം ആക്കിയിരിക്കും ഒരിക്കലെങ്കിലും. ഡി, അറപ്പാണ് നിന്നെ. തിരിച്ചു തന്നാൻ അറിയാഞ്ഞിട്ടല്ല. ഞാനൊന്ന് തന്നാ നിനക്ക് താങ്ങാനാവില്ല. പക്ഷെ ഇതിനെല്ലാം ഞാൻ പകരം ചോദിച്ചിരിക്കും. അവന്റെ കൂടെ സന്തോഷമായിട്ട് ഒരുമിച്ച് ജീവിക്കാന്ന് നീ കരുതണ്ട. ഓ ആയിക്കോട്ടെ. നീ എന്നെ തല്ലിയല്ലേ, ഇതിന് നീ ഖേദിക്കും. ഓ എനിക്കതിനുള്ള നേരം. എന്തായാലും നീ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് നിന്റെ തനി സ്വരൂപം കാണാൻ പറ്റി. ഇപ്പോഴാണ് ഒന്നും മനസ്സിലായത്. തലനാരിയൊക്കെ ഞാൻ രക്ഷപ്പെട്ടത്. ആൾ പറഞ്ഞു നീ രക്ഷപ്പെട്ടെന്ന്? നിനക്കിനി രക്ഷയില്ല. നീ ആട്ട് ഭാര്യയോ കീപ്പോ എന്തു തന്നെ ആയാലും എനിക്കൊരു പ്രശ്നമില്ല. എന്നെ മോഹിപ്പിച്ച് കടന്നു കളയാന്ന് കരുതണ്ട. നീ എന്താ കരുതി വെച്ചേക്കുന്നത്? എല്ലാവർക്കും നിന്നെ പോലെ നട്ടലിന് പകരം വായ്പന്റെ ആണെന്നാണോ? എന്നാലല്ല, നട്ടലുള്ള ഒരുത്തന്റെ ഭാര്യയാണ് ഞാനിപ്പോ. ആ ഒരു ധൈര്യം മാത്രം മതി എനിക്ക് എന്നെ സംരക്ഷിക്കാൻ. അത്രക്ക് കടിയുണ്ട്, അതിന് പറ്റിയ പെണ്ണുങ്ങൾ വേറെ കാണും. അണ്ണ എന്താ അച്ചു, നീ ക്ലാസ്സിൽ കയറിയില്ലേ? ഇല്ല, ഞാൻ മാത്രല്ല, നമ്മുടെ ടീം ആരും കയറിയില്ല. കയറില്ല എന്നല്ല, കയറ്റിയില്ല. അതെന്താ? പ്രൊജക്ട് സബ്മിറ്റ് ചെയ്തിട്ട് കയറിയാ മതി എന്നാ പറഞ്ഞേ. നീ വാ, അവരെല്ലാരും ക്യാൻറ്റീനിലുണ്ട്. ഞാനില്ല അച്ചു. ഈ അവര് നീ കയറുന്നുണ്ടോ? ഇല്ല, എനിക്കെന്തോ തലവേദനിക്കുന്ന പോലെ. ഞാൻ റെസ്റ്റ് റൂമിലോട്ട് പോവാ. അന്നാ, ആർ യു ഓക്കെ?
എന്നിട്ട് നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? അത് അച്ഛൻ ഞാൻ പറഞ്ഞല്ലോ, തലവേദനിക്കുന്നതുകൊണ്ടാ. ശരി, എങ്കിൽ നീ പോയി റെസ്റ്റ് എടുക്ക്. ആ, അവരെ വിളിക്കണോ? ഡോക്ടറെ മറ്റോ കാണാൻ? പൊന്നച്ഛേ, ഒന്നും വേണ്ട, ഇത്തിരി നേരം എന്നെ തനിച്ചു വിടും. ഞാൻ വരുന്ന വഴി എന്നെ കണ്ടു. അപ്പോ അവളെ അവർ ക്ലാസ്സിൽ കയറിയില്ലേ? അയ്യോ, ഹസ്ബൻഡ് സിദ്ധുവിന്റെ ടെൻഷൻ. എടാ തമാശ വിട്, അവക്കെന്താ പ്രശ്നമുണ്ട്? അവക്കെന്ത് പ്രശ്നം? ആ, എനിക്കൊന്നും അറിഞ്ഞൂടാ. പക്ഷെ അവളുടെ മുഖം കണ്ടാലറിയാം എന്തോ ഒരു വിശപ്പശക്ക്. അപ്പൊ നീ അവളോടൊന്നും ചോദിച്ചില്ലേ? ഓ, ഞാൻ ചോദിക്കാത്ത ഒരു കുറവേ ഉള്ളൂ, എല്ലാം അങ്ങ് പറയും. ചോദിച്ചപ്പോ തലവേദനയാണെന്നാ പറഞ്ഞേ. അച്ചു, അവളുടെ നേച്ചർ എങ്ങനെയാ? എന്ത് വിഷമമുണ്ടെങ്കിലും ആരെ അറിയിക്കാതെ ഉള്ളിൽ കൊണ്ട് കിടക്കും. എന്നിട്ട് വല്ല കുഴിയിലും ചെന്ന് ചാടും. നമ്മളോട് സംസാരിച്ച രമ്യമായി തീർക്കാവുന്ന പ്രശ്നമായിരിക്കും, പക്ഷെ അവള് പറഞ്ഞ് നമ്മളതറിയില്ല. എന്തായാലും സിദ്ധു ഒന്ന് പോയി അന്വേഷിച്ചു നോക്കൂ. ഇപ്പൊ വേണ്ട, എന്നെ ടെൻഷൻ വിടുന്നും പറഞ്ഞ് റെസ്റ്റ് റൂമിലേക്ക് പോയേക്കുവാ. എന്തായാലും നീ പോകുന്ന സമയത്ത് ഈ വിഷയം സംസാരിച്ചു നോക്ക്. ആ, അതാ നല്ലത്. ഇനിയിപ്പോ അധികം സമയമൊന്നുമില്ലല്ലോ. ഹലോ അങ്കിള്. ആ, എന്താ ജിത്തു? അങ്കിളെ, എനിക്കൊന്ന് കാണണമായിരുന്നു. അങ്കിളിപ്പോ ഇവിടെ? ഞാൻ വീട്ടിലുണ്ട്. അപ്പോ അങ്കിളൊന്ന് ഫുൾ ഡേ ലീവായിരുന്നോ? ആ, അതെ, വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇറങ്ങിയാൽ മതിയെന്ന് കരുതി. ആ, ഞാനിപ്പോ അങ്കിളിനെ കാണാൻ സ്റ്റേഷനിൽ പോയിരുന്നു. അവിടെ കാണാന്നപ്പോ വിളിച്ചതാ. എന്താ ജിത്തു, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? അങ്കിളിന് എന്ത് പറ്റി? സാധാരണ ഇങ്ങനെ ലീവൊന്നും എടുത്ത് കാണാറില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അത് പിന്നെ എന്തോ ഒരു സുഖമില്ല. ഇന്ന് മോർണിംഗ് ഞാൻ കണ്ടപ്പോ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. ജിത്തു, മോളെ നിനക്കിപ്പോ എന്താ വേണ്ടേ? അങ്കിളെ, എനിക്ക് പ്രഭാകരനെ കുറിച്ചൊന്നും അറിയണമായിരുന്നു. ആ, നീ വീട്ടിലോട്ട് ഇങ്ങ് പോര്. വീട്ടിൽ വെച്ച് സംസാരിക്കേണ്ടത് കരുതിയ രാവിലെ വന്നപ്പോ ഇതിനെ കുറിച്ചൊന്നും സംസാരിക്കാഞ്ഞ്. ഇനിയിപ്പോ സാരമില്ല, ഞാൻ അങ്ങോട്ട് വന്നോളാം. ഹലോ, എല്ലാം ഓക്കെ അല്ലേ? പെർഫെക്റ്റ് ഓക്കെ. തീർത്തേക്കണം അവനെ. ആ കാര്യം ഞാൻ ഏറ്റു സാർ. അവനെ കണ്ട് ഇനി അവൾ അഹങ്കരിക്കരുത് സാർ. അപ്പോ ആ പെണ്ണിനെ ജീവനോട് വിടണോ? ആ, അവളൊന്നും ചെയ്യണ്ട, അവളെ എനിക്ക് വേണം. അല്ല, സാറ് പറഞ്ഞ രീതിക്ക് ആ ചെറുക്കനെ തട്ടണമെങ്കിൽ ആ പെണ്ണിന്റെ കാര്യത്തിൽ എനിക്കൊരു ഉറപ്പും തരാൻ കഴിയില്ല. അമ്മാതിരി ഇടിയായിരിക്കും. ആ, പോണെങ്കിൽ പോട്ടെ പുല്ല്, രണ്ടും അതോടെ തീരട്ടെ. എനിക്ക് കിട്ടാത്തതിന് ആർക്കും വേണ്ട. ആ സാറേ, അവര് ഇറങ്ങിയല്ലോ അല്ലേ? ആ, ഇറങ്ങി. ഒരു 10 മിനിറ്റിനകം അവരവിടെ എത്തും, ശ്രദ്ധിക്ക്. ശരി സാർ. അല്ല, എന്താ നിന്റെ പ്രശ്നം? ദാ നോക്ക്, ഇതും കൂട്ടി 4ാമത്തെ തവണ ഞാൻ പറയുന്നത്. ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ആ, അത് നിന്റെ മുഖത്തൊന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. നീ എന്റെ മുഖത്തേക്ക് നോക്കണ്ട. അന്ന, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. സിദ്ധു, നീ ഒരുമാതിരി ഭർത്താവ് ചമയണ്ട. നിനക്ക് അങ്ങനെയാണോ തോന്നുന്നത്? അതെ. അന്ന പ്ലീസ്, നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് എന്നോട് തന്നെയല്ലേ പറയണ്ടേ? വണ്ടി എടുത്ത്. എന്തിനാ? നിർത്താനാ പറഞ്ഞേ, അല്ലെങ്കിൽ ഞാനടുത്ത് ചാടും. ലേറ്റ്. ഇനി ഞാനൊന്നും സംസാരിക്കുന്നില്ല. മുന്നോട്ട് നോക്കി ഓടിക്ക്. സോറി. സിദ്ധു,